ഒരു സംശയം തോന്നിയില്ല. കാരണം ഇവിടെ ഒന്ന് രണ്ട് പേർക്ക് വണ്ടി കിട്ടി. അപ്പോൾ അതുകൊണ്ട് ആ സംശയമില്ല. ഇവിടെ ഒന്നിലധികം പേര് നിവൃത്തിയില്ലാതെ വന്നുകൊണ്ടാണ് ഞങ്ങൾ SI ആയിട്ട് സർക്കിളുമായിട്ട് HSIക്ക് പരാതി കൊടുത്ത് ഈ 62 രൂപ ഞങ്ങളിൽ നിന്ന് മൊത്തം പറ്റിയിട്ടുണ്ട്. അത് 56 രൂപയ്ക്ക് രസീത് തരികയും വിളിക്കുമ്പോഴെല്ലാം ഇന്ന് തരും, നാളെ തരും, ഒരാഴ്ച തരും, പിന്നെ നിങ്ങളെ ഇൻഷുറൻസ് എല്ലാം റെഡിയായി, പലിശയ്ക്ക് എടുത്തതും ഉരുപ്പടി പണയം വെച്ചും എല്ലാം പൈസകളുണ്ട്. നമസ്കാരം. പകുതി വില എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ മലയാളികൾ പ്രത്യേകിച്ച് അതിനോട് അടുത്തേക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് ഈ കേരളത്തിൽ ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. പകുതി വില തട്ടിപ്പ്, സ്കൂട്ടറിനൊക്കെ പകുതി വിലയ്ക്ക് സ്കൂട്ടർ തരാമെന്ന് പറഞ്ഞ് അതും ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് വലിയൊരു തട്ടിപ്പ് നമ്മുടെ കേരളത്തിൽ നടന്നത്. ഒരുപാട് ആളുകളാണ് ഇതിൽ പെട്ടുപോയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഉള്ള സ്വർണ്ണങ്ങളൊക്കെ വിറ്റുകൊണ്ട് വാഹനം വാങ്ങുന്ന ഒരു സാഹചര്യം വരെ. അതുപോലെ തന്നെ ഒരു ആളാണ് നമ്മളോട് കൂടെ ഇപ്പോൾ ഉള്ളത്. 67 വയസ്സുള്ള ഒരു ആള്. അദ്ദേഹത്തെ പോലും പറ്റിച്ചതാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്നൊക്കെ അറിയാം. 26/3 ഇത് 56 രൂപ ഞങ്ങൾ അടച്ചു. അതായത് 61 രൂപ കൊണ്ട് കൊടുത്തപ്പോൾ 56 രൂപ വരെ രസീത് തന്ന് 5 രൂപ അതിൻ്റെ സർവീസ് ചാർജൊക്കെയാണെന്ന് പറഞ്ഞ് 1000 രൂപയ്ക്ക് നേരത്തെ കൊടുത്താണ് പഞ്ചായത്തിൽ വെച്ചാണ് അതിനെ ബുക്ക് ചെയ്ത്. ആ ബുക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് 50% ഊണോക്ക് വീതം അവർ കഴിച്ച് ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു സംഘടനയാണ് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. വിജയദാസ് എന്നായിരുന്നു അയാളുടെ പേര്. അയാളും ഗിരിജ B നായർ അവർ രണ്ടുപേരുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിൽ നിന്ന് വന്ന് പൈസ വാങ്ങിച്ചത്. ഈ 62 രൂപ ഞങ്ങളിൽ നിന്ന് മൊത്തം പറ്റിയിട്ടുണ്ട്. അത് 56 രൂപയ്ക്ക് രസീത് തരികയും ബാക്കി രൂപ 1000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് അതിന് ശേഷമാണ് 61 രൂപ ഞങ്ങളിൽ നിന്ന് വാങ്ങിച്ചത്. അങ്ങനെ 62 രൂപ ഞങ്ങളിൽ നിന്ന് മൊത്തം പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴാണ് അറിയണത്. ഈ വിളിക്കുമ്പോഴെല്ലാം ഇന്ന് തരും, നാളെ തരും, ഒരാഴ്ച തരും, പിന്നെ നിങ്ങളെ ഇൻഷുറൻസ് എല്ലാം റെഡിയായി എന്ന് പറഞ്ഞ് ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ്. ഈ കബളിപ്പിക്കുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഈ 26/3 കൊടുത്തപ്പോൾ 6 മാസത്തിനകത്ത് തരാമെന്ന് പറയും. പിന്നെ ഓരോ ദിവസവും ഓരോ തവണയും വിളിക്കുമ്പോൾ പിന്നെ ഒരാഴ്ച, 2 ആഴ്ച, 10 ദിവസം ഈ രീതിയിൽ പറഞ്ഞ് ഈ ഞങ്ങളെ കബളിപ്പിച്ച് ഈ പഞ്ചായത്ത് ഇവിടെ എൻ്റെ സഹോദരി കൊടുത്തിട്ടുണ്ട്. വാർഡ് മെമ്പറാണ് അനന്തകുമാരി. എൻ്റെ മകൾ KMRP ചന്ദ്രൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മരുമകൾ ബീന TS അവർ 3 പേരും ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന്, പിന്നെ എൻ്റെ അനിയന്മാരുമൊക്കെ ഉണ്ട് അതിൽ. അങ്ങനെ ഒരുപാട് പേരെ ഇവിടെ കബളിപ്പിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും അത് ഒരു വ്യക്തത ഇല്ലാതെ പോവുകയാണ്. കാരണം അവർ ചോദിക്കുമ്പോഴെല്ലാം ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം, ഒരാഴ്ച, 10 ദിവസം, ഇങ്ങനെ അവസാന അറ്റത്ത് ഇയാളെ ഈ വിജയദാസുമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ 10 ദിവസത്തിന് നിങ്ങൾക്ക് വണ്ടി തരും, എല്ലാം ആയി, വണ്ടിയെല്ലാം കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, രജിസ്ട്രേഷന് പോവുകയാണെന്നാണ് ഞങ്ങളുടെ പറഞ്ഞ്. അപ്പോഴും വേറെ പലരിൽ നിന്നും ഞങ്ങൾ പൈസ വാങ്ങിച്ചുകൊണ്ടാണ് ഈ കബളിപ്പ് നടത്തിയത്. ഞങ്ങളെ ഇത് ശരിക്ക് ഈ പോത്തങ്കോട് പഞ്ചായത്തിലുള്ളവരാണ് ഞങ്ങളെല്ലാം. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഒന്നിലധികം പേര് നിവൃത്തിയില്ലാതെ വന്നുകൊണ്ടാണ് ഞങ്ങൾ SI ആയിട്ട് സർക്കിളുമായിട്ട് HSIക്ക് പരാതി കൊടുത്ത് അദ്ദേഹം ഈ വിജയദാസിന് ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാം, അവർക്ക് പൈസ കൊടുക്കത്തക്ക സംവിധാനം ചെയ്യാം, സ്റ്റേഷനിൽ വന്ന് ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സ്റ്റേഷനിൽ വിളിക്കുകയും ഇവർ വന്നില്ല. പിന്നീട് അതിന് ഒരാഴ്ച കഴിഞ്ഞാണ് ഞങ്ങൾ പിന്നെ കേസ് കൊടുത്ത്. ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഈ കക്ഷികളെല്ലാം കൂടെ അന്ന് ഞങ്ങൾ കൊടുത്തപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-12 പേരാണ് അന്ന് ആ പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുത്തത്. ഇത് ചേട്ടനൊക്കെ മുമ്പ് വണ്ടി ഉണ്ടായിരുന്നോ? എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി വിറ്റ്, ഈ വണ്ടി കിട്ടുമെന്നുള്ള വിചാരിച്ച് ആ വണ്ടി ഞാൻ വിറ്റ്. പക്ഷേ ഇപ്പോൾ ഉരുപ്പടി പണയം വെച്ചും ഒക്കെയാണ് ഈ മിക്കവാറും പേര്, എൻ്റെ മോളും മരുമോളും അതുപോലെ തന്നെ ഒരു സഹോദരി, അവരെല്ലാം ഉരുപ്പടികൾ പണയം വെച്ചും പലിശയ്ക്ക് എടുത്തുമൊക്കെയാണ് ഈ പൈസ അടച്ചത്. അത്രമേൽ ഞങ്ങളില്ല പച്ചയ്ക്ക് ഞങ്ങളെ കബളിപ്പിച്ചെന്നേ ഇതിന് പറയാനുള്ളൂ. പൈസ തിരിച്ചു കിട്ടാൻ വല്ല മാർഗവും? യാതൊരു മാർഗവും ഞങ്ങൾ നോക്കി കേസെടുത്തിട്ടുണ്ട്. കിട്ടുമോ ഇല്ലെന്നുള്ളത് ഇനി കണ്ടറിയാം. അതിന് ഗവൺമെൻറ്റിൻ്റെയും മറ്റുള്ള അവരുടെ എല്ലാം തീരുമാനം എന്താണോ അതനുസരിച്ചായിരിക്കും. കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇത്രയും ജനങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാണ് ഈ പൈസ മുഴുവനും സംഘടിച്ചത്. പലിശയ്ക്ക് എടുത്തതും ഉരുപ്പടി പണയം വെച്ചും എല്ലാം പൈസകളുണ്ട്.
ഇവിടെ ഈ പരിചയക്കാരാണല്ലോ ഇതിന് പിന്നിൽ ഇതിന്റെ ഈ കേസിന്റെ മുഖ്യ കണ്ണി എന്ന് പറയുന്നത് അനന്തും ആനന്ദകുമാറും ഒക്കെയാണ്. അത് നമുക്കറിയില്ല. അപ്പൊ ഇപ്പൊ വാർത്ത വന്നപ്പോഴാണ് ഇല്ല, നമ്മളെ ബന്ധപ്പെട്ടിട്ടില്ല. അവരുമായിട്ട് നമ്മൾ ഇതുവരെയും ബന്ധപ്പെട്ടില്ല. നമ്മൾ ഈ ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ് അവരുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ടതും അവരാണ് വന്ന് പൈസ വാങ്ങിച്ചതും. ഇവിടെ വന്ന് പഞ്ചായത്ത് വന്ന് ബുക്ക് ചെയ്തതിന് ശേഷം SME സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ബാങ്കിൻ്റെ ഒരു ഹാളിൽ വെച്ചാണ് ബാക്കി രൂപയിലുള്ള എല്ലാവരെയും ഇത് വാങ്ങിച്ചത്. അന്നാണ് ഈ രസീതെല്ലാം തന്നത്. ഇത്രയും വലിയൊരു തുകയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു? ഒരു സംശയം തോന്നിയില്ല. കാരണം ഇവിടെ 1-2 പേർക്ക് വണ്ടി കിട്ടി. അപ്പോൾ അതുകൊണ്ട് ആ സംശയമില്ല. എൻ്റെ ഒരു അനിയനും ഒരു വണ്ടി കിട്ടി, എൻ്റെ വേറൊരു അനിയന് ഇങ്ങനെ വണ്ടി കിട്ടി. അപ്പം ഇത് സംശയത്തിന് യാതൊരു ഇടയില്ല. ഇവർ വണ്ടി സ്വന്തം പൈസ അങ്ങനെ എന്തായാലും വണ്ടി കൊടുത്തപ്പോൾ ഇതൊരു പറ്റിപ്പല്ല എന്ന് വിചാരിച്ചാണ് ഞങ്ങളെല്ലാം അതിൽ ചെന്ന് വീഴുന്നു പോയത്. അതുപോലെ തന്നെ ഇപ്പോൾ വാഹനങ്ങൾ ഒരുപാട് പേർക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അവരുടെ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ഒന്നുമില്ല. വണ്ടി ഓക്കെയാണ്. അത് കുഴപ്പമൊന്നുമില്ല. ആ വണ്ടികളെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക തന്നെ. എൻ്റെ അറിവിൽ എൻ്റെ 2 അനിയന്മാരൊക്കെ വണ്ടി ഇവിടെ കിട്ടി. അവർ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എങ്ങനെയാണ് ഈ ഒരു ഓഫർ ഉണ്ടെന്നും പകുതി വിലയ്ക്ക് സാധനം കിട്ടുമെന്ന് അറിയുന്നത്? ഇത് ഇവിടെ വാട്സാപ്പിൽ വന്ന് എന്ന് പറയുന്നു. ഞാൻ കണ്ടില്ല. വാട്സാപ്പിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ട് എന്ന് പറഞ്ഞാണ്. ഈ എൻ്റെ സഹോദരി വാർഡ് മെമ്പറാണ് അനന്തകുമാരി. വാർഡ് മെമ്പർ പറഞ്ഞ് ഇങ്ങനെ പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുന്നുണ്ട്, നമുക്കെല്ലാം ഇവിടെ 1-2 വണ്ടികൾ കിട്ടി, അതുകൊണ്ട് നമുക്കും കൊടുക്കാം. കാരണം അക്ഷയ സെൻറ്റർ നടത്തുന്ന എൻ്റെ ഒരു ബന്ധുവാണ്, അയാൾക്കും കിട്ടി. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോഴാണ് എൻ്റെ സഹോദരി പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു വാട്സാപ്പ് ഈ ഒരു 50% ഗുണഭോക്തൃ വീതം അടച്ചാൽ 50% വീതം അവരിട്ട് നമുക്ക് വണ്ടി തരുമെന്ന് പറഞ്ഞാണ് ഞങ്ങളിതിന് എല്ലാം മുമ്പോട്ട് ഇറങ്ങിയത്. അതല്ലാതെ നമുക്ക് യാതൊരു വിവരമില്ല. പഞ്ചായത്തിൽ ചെന്ന് ഈ വിജയദാസാണ് അന്ന് ബുക്ക് ചെയ്യാനിരുന്നത്. വിജയദാസ് പറഞ്ഞ് ഉടനെ നിങ്ങൾക്ക് വണ്ടി കിട്ടും, 3 മാസത്തിനകത്ത് എല്ലാവർക്കും വണ്ടികൾ തരുമെന്ന് പറഞ്ഞാണ് പൈസ ഞങ്ങൾ വീണ്ടും അവിടെ കൊണ്ട് കൊടുത്തത്. തിരുവനന്തപുരത്ത് SME സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു ബാങ്കിൻ്റെ, ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ഹാളിൽ ആയിരുന്നു ഇവരിതിന് പൈസ കളക്ട് ചെയ്ത്. അവിടെ കൊണ്ട് കൊടുത്താണ് ഞങ്ങൾക്ക് ഈ 56,000 രൂപയ്ക്ക്. 56,000 രൂപ നമുക്ക് രസീത് തരുമ്പോൾ 61 രൂപ നമ്മൾ കൊടുത്ത്. അപ്പോൾ 5 രൂപ നേടുമ്പോൾ 5 രൂപ അതിൻ്റെ സർവീസ് ചാർജൊക്കെയാണ്. അത് പിന്നീട് അത് ഇതിൻ്റെ സർവീസിനും മറ്റുള്ള ചിലവുകളുണ്ട്. അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ 5 രൂപ രസീതില്ലാതെ വാങ്ങുന്നതെന്നാണ് അന്ന് ഞങ്ങളോട് പറഞ്ഞത്. ഈ പ്രദേശത്ത് നിന്ന് പ്രധാനമായിട്ടും ഗിരിജയെ പോലുള്ള ആളുകളാണല്ലോ ഇതിലേക്ക്. ഇവിടെ ഗിരിജയെ എങ്ങനെയാണ് പരിചയം? ഗിരിജയെ നമുക്കൊരു പരിചയമില്ല. നമുക്ക് വിജയദാസുമായിട്ടാണ് പരിചയം. വിജയദാസ് ഇവിടെ വന്നിട്ടുണ്ട്, നമ്മളുമായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു ദിവസം ഞാൻ അയാളെ വഴിയിൽ വിളിച്ച് നിർത്തി ചോദിച്ചപ്പോൾ പറഞ്ഞ് സാറേ അടുത്ത 10-ാം തീയതിക്കകത്ത്, അതായത് ഞാൻ അയാളെ ചോദിച്ചു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതായത് ഡിസംബർ 26-ാം തീയതി, ഈ ഡിസംബർ 24 ഡിസംബർ 26-ഓ 27-ഓ ആണ് ഞാൻ അയാളുമായിട്ട് സംസാരിച്ചാൽ പറഞ്ഞ് ഞാൻ എല്ലാം ഓക്കെ ആയി, വണ്ടിയെല്ലാം എല്ലാവർക്കും അലോട്ടായി, 10-ാം തീയതി നിങ്ങൾ വണ്ടികൾ തരുമെന്ന് ആ വിജയാസ് അന്ന് പറഞ്ഞ്. അന്ന് തന്നെ അയാളെ ഞാൻ കണ്ടിട്ടുള്ളത്, പിന്നീട് ഇതുവരെയും കണ്ടിട്ടില്ല. ഫോൺ വിളിച്ചാൽ എടുക്കില്ല. അപ്പോൾ ഈ പൈസ കൊടുക്കാൻ പോയ സമയത്ത് അവിടെ പരിചയക്കാർ വേറെ പരിചയക്കാരൊന്നുമില്ല, ഇവരെ ഉള്ളായിരുന്നു. ഈ ഗിരിജ എന്ന് പറഞ്ഞ ആളും അവരുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധപ്പെട്ടില്ല, അവരെ നമുക്ക് അറിയില്ല. ഈ വിജയാസുമായിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടതും പൈസ കൊടുത്തതും. ഇത്രയേ ഉള്ളൂ. നമ്മൾ കേസ് കൊടുത്ത് അതിൻ്റെ വിധി എങ്ങനെ വരും അതുപോലെ ചെയ്യാം, അതേ പറ്റൂ. അല്ല നമ്മൾ ഇതിന് വേണ്ടി ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇറങ്ങാനില്ല. കേസ് കൊടുത്തു, അത് മാസ്റ്റർ തയ്യാറാക്കി SHO ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, CBIക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിവ്. നമ്മൾ കൊടുത്തില്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ പോത്തങ്കോട് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ളതാണ്, അതേമാണ് ഇതിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അല്ല നമുക്ക് പ്രത്യേകിച്ചുള്ള ഒന്നുമില്ല.